ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ പുലർച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നാട്ടങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. 4:15 എണീച്ച് നമ്മൾ തയ്ച്ചതൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് അടുക്കളയ്ക്ക് പോവുക. അപ്പോൾ ഇതിക്ക് തന്നെ 4:30 മണിയാവും. ആദ്യമൊക്കെ നമ്മൾ 4:30ക്കാണ് എണീച്ച്. ഇതിപ്പോൾ ബാങ്ക് കുറച്ചുകൂടി നേരത്തെ ആവുന്നതുകൊണ്ട് ആവൂലേ എന്നുള്ളൊരു ബേജാറിനാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ അലാറം വെച്ച് കണ്ട് എണീക്കണത് കേട്ടോ. ഇപ്പോൾ അടുക്കളയ്ക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി തലേന്ന് സ്റ്റാൻഡിൽ വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവെക്കും. അതിന് ശേഷം മേടകളും ടേബിളും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് ഭക്ഷണങ്ങളൊക്കെ ചൂടാക്കാൻ വെക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ കേട്ടോ. അല്ലാന്നുണ്ടെച്ചെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് ചെയ്യൽ നടക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഞാൻ റെഡിയാക്കി എടുക്കൽ. പിന്നെ മീൻ തലേന്ന് തന്നെ കായം തേച്ച് വെക്കും, അല്ലെങ്കിൽ വറ്റിക്കാനുള്ളതാണെങ്കിൽ വറ്റിച്ച് വെക്കും. താളിക്കാനുള്ളതൊക്കെ തലേന്ന് രാത്രി തന്നെ താളിക്കൂട്ടാം. കാരണം വെച്ചാൽ പിന്നെ ഡ്രൈവർമാർക്ക് രാത്രി പുലർച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പോൾ തലേന്ന് രാത്രി ഉണ്ടാക്കി വെക്കഴിഞ്ഞാൽ പിന്നെ പുലർച്ചയ്ക്ക് നമ്മൾ എണീക്കുന്ന സമയത്ത് പിന്നെ ഓനും കൂടി വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. പുറത്ത് കണ്ട് എടുത്ത് വെച്ചിട്ടും കാര്യമില്ല. കാരണം ചോറ് എണീച്ചിട്ടില്ല എന്നുണ്ടെച്ചെങ്കിൽ പൂച്ചകൾ തട്ടിമറിക്കും. അപ്പോൾ എണീച്ചതിൻ്റെ ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രാത്രി തന്നെ താളിച്ച് വെക്കുന്നത്. അങ്ങനെ ഡ്രൈവർമാരൊന്നും ഇല്ലാത്ത കാലത്തൊക്കെ നമ്മൾ പുലർച്ചയ്ക്ക് എണീച്ചിട്ട് തന്നെ താളിക്കൊള്ളിരുന്നു കേട്ടോ. പിന്നെ അവലും വെള്ളം ഉണ്ടാക്കി വെക്കാൻ അതിൻ്റെ തേങ്ങാപ്പാൽ തലേന്ന് റവ കാച്ചി വെക്കും പുലർച്ചയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന തേങ്ങാപ്പാൽ പിടിച്ചിക്കാണ്ട് വെക്കലാണ്. പിന്നെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ചായ, 1/2 ഗ്ലാസ് ചായയാണ് വേണ്ടത്. അപ്പോൾ അതാണ് റെഡിയാക്കി എടുക്കുന്നത്. അതേമാതിരി 1.5 ഗ്ലാസ് പാലയക്കാന്ന് പറയും. ഇതിന് എല്ലായിടത്തും എന്താ പറയില്ലെന്ന് അറിയില്ല. അപ്പോൾ അതും തേങ്ങാപ്പാലിലാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ പഴവും ഇതും നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം പോരാ. ആദ്യം തന്നെ തോനെ വെള്ളമായാൽ അരിഞ്ഞ് കിട്ടാൻ പ്രയാസേക്കാരം. വറുത്ത അവലാണ് ഇത് ഇടുന്നത്. അപ്പോൾ തൽക്കാലം നേരത്തെ മാത്രം അവലിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് പൊതിർന്ന് കട്ടായി പോവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഡ്രൈവർ അവിടെ ഭക്ഷണത്തിൻ്റെ പാത്രം കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുക്കട്ടെ കഴുകാൻ വേണ്ടിയിട്ട്. ഓൻ ഉറങ്ങണതിൻ്റെ മുന്നേ തന്നെ മറ്റേ ഡ്രൈവർക്കുള്ള ഭക്ഷണം കൊടുക്കണം കേട്ടോ. അപ്പോൾ സുബി നിസ്കരിച്ചിട്ട് കിടക്കുകയുള്ളൂ, അപ്പോഴത്തേന് റെഡിയാക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കലും കഴിഞ്ഞങ്ങാണ്ട് പോയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ആദ്യം തന്നെ ഞാൻ എല്ലാം റെഡിയാക്കിയാണ് കൊട്ടത്താളത്തേക്ക് പാത്രങ്ങൾ ഒതുക്കി വെച്ചിട്ട് എല്ലാം കൊട്ടത്താളത്തേക്ക് ഇടും. അതിന് ശേഷമാണ് ഞാൻ പാത്രങ്ങൾ കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ 5 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഓരോ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതാക്കാനും ചോറ് തിളപ്പിച്ച് ഊറ്റിയിട്ട് എനിക്ക് ചോറ് കൊടുക്കണം. ചില ദിവസം ഞാൻ കഞ്ഞി കൊടുക്കും, ചില ദിവസം ഞാൻ ചോറ് കൊടുക്കും. അപ്പോൾ ചാറും കൂട്ടാനും ബാക്കിയുള്ളതിനനുസരിച്ചൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. ഇത് മീൻകറിയാണ്, അത് ബീൻസ് തോരനുമാണ്. അപ്പോൾ അത് ഓനക്കാണ്ട് കൊടുത്താൽ ഡ്രൈവർ ഭക്ഷണം കഴിച്ചതിൻ്റെ ഇടയ്ക്ക്, അതായത് ഓന് ഉറങ്ങണതിൻ്റെ ഇടയ്ക്ക് അതാണ്ട് എടുത്ത് വെച്ചോളും. അപ്പോൾ എൻ്റെ കയ്യിലാണ്ട് കൊടുത്തുകൊണ്ട് അവിടെ വാതിൽ എനിക്ക് അടച്ച് വെക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോലെ. അപ്പോൾ നിസ്കരിച്ചാൽ പോയതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ ഇറങ്ങി വരണ്ടല്ലോ എന്നുള്ള നിലക്കാണ് ഒക്കെ സെറ്റാക്കി കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തിളപ്പിച്ച് വെക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ തിളപ്പിച്ച് അതാതിൻ്റെ സ്ഥലങ്ങൾക്ക് എടുത്ത് വെക്കും. അതേപോലെ തന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിയുമ്പോൾ അടുക്കളൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പോവുക. ഇന്ന് ഹെൽപ്പിന് എനിക്ക് ആൾ വരുന്നുണ്ടെങ്കിലും ഞാൻ ഒന്നും എടുത്ത് വെക്കലില്ല കേട്ടോ. ഇനി ഒരാൾ വരുന്നുണ്ട് വിചാരിച്ച് കാണ്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൂടി നമ്മൾ എടുത്ത് കാണ്ട് ബുദ്ധിമുട്ടാക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞാനിപ്പോൾ ആര് പണിക്കുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ എനിക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് പണികളും ഞാൻ ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക. പിന്നെ അടിച്ചൊരി തുടക്കണ ഇന്നിപ്പോൾ വന്നിട്ട് അടിച്ചൊരി തുടക്കമൊക്കെ ചെയ്യും. എന്നാലും പാത്രം മൂറി കഴിഞ്ഞാൽ ഞാൻ അതിലുള്ള വെള്ളങ്ങളിങ്ങനെ അടുക്കളയിൽ തന്നെയാണ് പാർന്നിട്ട് തുടച്ചെടുക്കും കേട്ടോ. നേരെ പറിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരം വെത്തൊരു 8-8:30 ആകുമ്പോഴത്തേന് അടിച്ചൊരി തുടക്കാനുള്ള ആൾ വരും. എന്നാലും നമ്മൾ വൃത്തിയാക്കിയിട്ട് വെക്കണത് ആ വൃത്തിക്ക് തന്നെ വെക്കണം എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ സ്റ്റാൻഡുമ്മക്ക് അടുത്ത പാത്രങ്ങൾ കവുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഉണങ്ങും. അപ്പോൾ അതാണ് എടുത്തേക്കും. അതൊക്കെ കഴിഞ്ഞാണ്ട് അടുക്കള തുടച്ചെടുക്കുകയാണ്. ഒലുമ്പിയും പിന്നെ ബക്കറ്റും വെള്ളമൊക്കെ എടുത്തുകാണ്ട് അങ്ങനെ ഒലുമ്പി ഇതാക്കിയാണ്ട് അങ്ങനെയൊന്നും തുടക്കില്ല. ജസ്റ്റ് അതിങ്ങനെ തുടച്ചെടുക്കുള്ളൂ. എന്നാൽ ആ ചളിയും പൊടിയൊക്കെ അവിടെ പറ്റി പിടിക്കാതെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് രാവിലെ എണീച്ച് വരുമ്പോണ്ടല്ലോ നല്ല വൃത്തിക്ക് കാണുമ്പോൾ അത് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഇത് കണ്ടില്ലെങ്കിൽ എല്ലാം ക്ലീൻ ആക്കിയിട്ടേക്കണ്. ഇവിടെ പിന്നെ അടിച്ചൊരു തുടക്കാൻ വരുന്ന ആൾ പറയും ചെയ്യും, നിങ്ങളെല്ലാം ക്ലീൻ ആക്കിയിട്ടേക്കും, എല്ലായിടത്തും ചെല്ലുമ്പോൾ പാത്രങ്ങളൊക്കെ ഒരു കഥ ആയിട്ടുണ്ടാവുന്നു. ഇപ്പോൾ അത് 5:45 ഞാൻ നിസ്കരിക്കാൻ പോവാട്ടോ. സുബി നിസ്കരിച്ചിട്ടില്ലല്ലോ.
അപ്പം ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് വേറെ കുറച്ച് പരിപാടിയും കൂടി ചെയ്യാണ്ട്. അപ്പോൾ ഈ കൊട്ടത്താളത്തിൽ അപ്പോളാട്ടോ വേസ്റ്റ് ഇതും കണ്ടത്. പിന്നെ ഞാൻ നോമ്പ് 14 അന്ന് എൻ്റെ കയ്യിൻ്റെ തുന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ അടുത്തേക്ക് പോവാതെയാണ് കേട്ടോ തുന്നെടുത്തത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം പോയപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരറ്റം പിടിച്ച് വലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് പേടിയായിട്ട് തന്നെ ഞാൻ പിന്നെ പോയിട്ടില്ല. അപ്പോൾ ആ തുന്നും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അവിടെ എടുത്തു. ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുകയാണെന്നുണ്ടെങ്കിൽ റാണി ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ബലത്തിലാണ് എടുത്തത്. അപ്പോൾ ആരും ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് വല്ല കത്തിരി കൊണ്ട് വെട്ടിക്കാണ്ടും പിന്നെ 2 സൈഡും അറാതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചോട്ടാ. പിന്നെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തെ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ബെഡ്റൂമൊക്കെ ബെഡ്ഷീറ്റും ഇതൊക്കെ വൃത്തിയാക്കിയിടും. അതെന്ന് വെച്ചാൽ ചുളിഞ്ഞല്ലേ കിടക്കുക നമ്മൾ കിടക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മെഷീനിൽ തിരുമ്പാനുള്ളതും കൊണ്ടുപോയിട്ട് അത് മെഷീൻ ഓണാക്കി. ഇപ്പോൾ 6:10 ആയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കാൻ പോണത്. കണ്ടില്ലേ, തുന്നെടുത്ത് അതിൻ്റെ മേലൊക്കെ ജാതി പൂപ്പൽ പോലെ വന്നിട്ടുണ്ടായിരുന്നു, കട്ടി കുറഞ്ഞ് തോലൊക്കെ ഇതായിട്ട്. അപ്പോൾ അതൊക്കെ ഇതാക്കിയാണ്ടാണ് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ശേഷം പിറ്റേന്നത്തെ ഒരു ഇതാണ് ഇട്ടത്. അപ്പോൾ വേദനയൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കാൻ കാരണം നിങ്ങളെ മുറി കുറവുണ്ടോയെന്ന് കമൻറ്റിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് അവർക്ക് കാണാമെന്നുള്ള എൽക്കാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മുറി ആയി എന്ന് വിരലിൻ്റെ മറ്റേ അറ്റം കൂടി ഒന്ന് ഒരു കുത്തി ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പിന്നെ അതാണ് ഇപ്പോൾ വേദന ഉള്ളത്. ഈ തുന്നിയ മുറിൻ്റെ ഇതൊക്കെ എല്ലാം ഇതായിട്ടുണ്ട്. അതിപ്പോഴും വേദന ആയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ.